അതെ, പായസം കിട്ടിയാൽ പരിസരം ഒന്നും ഓർമ്മയില്ല എൻ്റെ സാറേ എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ ഈ മാക്കം മാക്കം കഴിക്കുന്നത് എന്ത് പായസമാണെന്നറിയാമോ? ഇതാ അടപ്രഥമനാണ്. അപ്പോൾ ഈ അട പാക്ക് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് അതങ്ങോട്ട് മൂടി വെക്കണേ. അപ്പോഴത്തേക്ക് അത് നന്നായി വെന്ത് വന്നോളൂ. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാമല്ലേ. അപ്പോൾ തേങ്ങ ചിരവി പാലൊക്കെ എടുത്ത് വെച്ച് അട വെന്തതിന് ശേഷം അരിപ്പയിലിട്ട് ഒന്ന് നല്ല പച്ചവെള്ളത്തിൽ കഴുകിയെടുത്ത് നമ്മൾ വേവിക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒഴിച്ച് കൊടുത്തത് 2ാം പാലാണ്. അപ്പോൾ ആ 2ാം പാലിൽ കിടന്ന് വീണ്ടും ഒന്നുകൂടി വെന്തതിന് ശേഷം ഇത് ശർക്കരപ്പാനിയാണ് ഒഴിച്ച് കൊടുത്തത്. ആ ശർക്കരപ്പാനിയിൽ കിടന്ന് അത് വീണ്ടും ഒന്ന് വെന്ത് കുറുകട്ടെ. ഇടയ്ക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് കൂടി ചേർത്തതിന് ശേഷം അത് നല്ലോണം ഒന്നുകൂടി വെന്ത് വറ്റി വരും. അതിനുശേഷം ഒരു നുള്ള് ഉപ്പ് ചേർക്കാനും മറക്കരുത്. മധുരം ബാലൻസ് ചെയ്യാൻ ഈ പുള്ളിക്കാരൻ നിർബന്ധമാണ്. ലാസ്റ്റ് ഇതാ നമ്മുടെ 1ാം പാൽ ഒഴിച്ച് കൊടുത്ത് ഇനി കൂടുതലായിട്ടൊന്നും തിളക്കരുത്. ശേഷം ഇത് ഏലക്കപ്പൊടിയാണ്. പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്ത് നമ്മുടെ അടപ്രഥമൻ ഇവിടെ തയ്യാറായി. ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളായിട്ടുണ്ടാക്കിയ ഒരു പായസമാണ്. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്ത് ചേർക്കാനുണ്ട്. ആദ്യം തേങ്ങാക്കൊത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പം വേണം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാൻ. പിന്നാലെ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായി മൂത്തതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാമല്ലേ. അങ്ങനെ ഇതാ നമ്മുടെ അടപ്പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഇനിയിപ്പം ഒരു 10 മിനിറ്റോളം ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഇതാ കണ്ടില്ലേ, 10 മിനിറ്റ് ആകുമ്പോൾ നന്നായി അത് സെറ്റായി. കണ്ടോ, ഒത്തത്തിക്കൽ നല്ലൊരു അടപ്രഥമൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.